ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളത്തെ ദിവസം വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ്. നാളത്തെ ദിവസം സൂര്യഭഗവാനെ നോക്കി നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധം ശക്തമാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചാൽ 7 തലമുറകളോളം ആ ഒരു ബന്ധം നമ്മളിൽ ചേർന്ന് നിൽക്കുമെന്നുള്ളതാണ് പറയുന്നത്. അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഭാനു സപ്തമി ദിവസമാണ് നാളെ. ഈ ഒരു ഭാനു സപ്തമി എന്ന് പറയുന്നത് എന്താണെന്ന് ഇതിനു മുൻപും നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഞായറാഴ്ചയോടുകൂടി സപ്തമി തിഥി വരുന്നതിനെയാണ് നമ്മൾ ഭാനു സപ്തമി എന്ന് പറയുന്നത്. ഇപ്രാവശ്യം അധിക മാസത്തിലാണ് ഈ ഒരു ഭാനു സപ്തമി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഈ ഒരു പുരുഷോത്തമ അല്ലെങ്കിൽ അധിക മാസം എത്രമാത്രം മഹത്തരമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമുക്കതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫലവും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഒരൊറ്റ ദിവസം സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് നേടിത്തരുന്നതാണ് ഈ ഒരു ഭാനു സപ്തമി ദിവസത്തെ വ്രതവും പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ തന്നെ. ഭാനു സപ്തമിയായ നാളെ, അതായത് 2026 ജൂൺ മാസം 7-ാം തീയതി ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ 7 മണി വരെ വരുന്ന ഒരു സൂര്യഹോര സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതിയാവും. നാളത്തെ ദിവസം മുഴുവൻ നിങ്ങൾ വ്രതം എടുക്കണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. ഞാൻ പറഞ്ഞതുപോലെ 6 to 7 വരുന്ന സൂര്യഹോര സമയത്തെ പ്രയോജനപ്പെടുത്തണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങളുടെ സ്ഥലത്തെ സൂര്യ ഉദയ സമയം എപ്പോഴാണോ ആ ഒരു സമയം മുതൽ 1 മണിക്കൂർ സമയമാണ് സൂര്യ ഉദയ സമയത്തെ സൂര്യഹോര എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വേണം ഞാൻ ഈ പറയുന്ന പരിഹാരം ചെയ്യാൻ വേണ്ടി. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണാൻ ലേറ്റായി പോയി രാവിലെ ആ സമയത്ത് ഉണരാൻ പറ്റിയില്ലെങ്കിലും രാവിലെ 9 മണിക്കുള്ളിലാണെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ ഓരോ ദിവസവും വരുന്ന ആ ഒരു 1 മണിക്കൂർ തുടക്കം വരുന്ന ഹോരയ്ക്ക് ആ ദിവസത്തിൻ്റെ പവർ വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സൂര്യഹോര സമയത്ത് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പം ഈ ഒരു സൂര്യഹോര സമയത്തിന് മുൻപായിട്ട് ഏകദേശം ഒരു 5:30 എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ ആസ് യൂഷ്വൽ നിങ്ങൾ ചെയ്യുന്ന പോലെ വിളക്ക് കൊളുത്തി നാമമൊക്കെ ജപിച്ചിട്ട് 6 to 7 ആ ഒരു സൂര്യഹോര സമയം വരുമ്പം നമ്മുടെ വീട്ടിൽ എവിടെ നിന്നാലാണോ സൂര്യഭഗവാൻ ഉദിച്ചു വരുന്ന കിഴക്ക് ഭാഗം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നത്, അടുക്കളയിലോ ബാൽക്കണിയിലോ ടെറസിലോ എവിടെയാണോ ആ ഒരു ഭാഗത്ത് നമ്മൾ പോയി ആദ്യം തന്നെ നിൽക്കുക. ഉദിച്ചു വരുന്ന ആ സൂര്യനെ നോക്കി ആ കിരണങ്ങൾ നമ്മളിലോട്ട് പതിക്കുന്ന രീതിയിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുക. കാരണം ഭാനു സപ്തമി ദിവസം വരുന്ന സൂര്യകിരണങ്ങൾക്ക് വളരെയധികം ശക്തമായിട്ടാണത് ഭൂമിയിൽ പതിക്കുന്നത്. തന്നെ ആ ഒരു ദിവസത്തിന് അത്രമാത്രം പവറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ആ കിരണങ്ങൾ നമ്മളിലോട്ട് നമ്മൾ പതിക്കുന്ന രീതിയിൽ നിൽക്കുക. പ്രത്യേകിച്ച് ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്നൊക്കെ പണ്ടുള്ളവരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഭാനു സപ്തമി ദിവസം അത് ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതിനുശേഷം സൂര്യഭഗവാന് അർഘ്യം കൊടുക്കണം. അർഘ്യം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പല വീഡിയോസിൽ പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു കോപ്പർ, കാരണം കോപ്പറുമായിട്ടാണ് സൂര്യഭഗവാൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ കോപ്പർ ചെമ്പെടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. കോപ്പർ ഇല്ലാത്തവർക്ക് മാത്രം ബ്രാസിൻ്റെ എന്തെങ്കിലും എടുക്കാവുന്നതാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. ശുദ്ധമായ ജലം, ചുമന്ന കുങ്കുമം, ചുമന്ന പൂക്കൾ. കാരണം സൂര്യൻ എന്ന് പറയുന്നത് ചുമപ്പുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വസ്തുക്കൾ ഇടുന്നത്. അതിനുശേഷം കൈകൾ മുകളിലോട്ട് ഉയർത്തിപ്പിടിച്ച് സൂര്യഭഗവാന് നമ്മൾ അർഘ്യം കൊടുക്കുന്നു. അർഘ്യം കൊടുക്കുമ്പം അത് ആരും ചവിട്ടുന്ന നിലത്ത് വീഴാൻ പാടില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ബക്കറ്റോ വല്ല പാത്രമോ വെച്ച് അതിലോട്ട് ആ ജലം ശേഖരിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മളത് സൂര്യഭഗവാന് അർഘ്യം കൊടുക്കുകയാണ്. അർഘ്യം കൊടുക്കുമ്പം ഓം സൂര്യായ നമഃ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേണം അർഘ്യം കൊടുക്കാൻ. അർഘ്യം കൊടുത്തതിന് ശേഷം അധിക മാസത്തിലെ 33 ദീപദാനം
ഈ ഒരു ദിവസം നമുക്ക് സൂര്യഭഗവാന് ചെയ്യാവുന്നതാണ്. അതായത് 33 ദീപങ്ങൾ ഒന്നിച്ച് വെച്ച് ദീപം കൊളുത്തി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പം അതേപോലെ 33 ദീപദാനം ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്യാം. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് ദീപമായിട്ട് നമുക്ക് കൊളുത്താം. ഇപ്പം 33 ദീപമാണെങ്കിലും ഗോതമ്പ് ദീപമായിട്ട് കൊളുത്താം. ഒരു വാഴയിലോ അല്ലെങ്കിൽ ഒരു കോപ്പറിൻ്റെയോ ബ്രാസിൻ്റെയോ ഒരു പ്ലേറ്റിൽ ഗോതമ്പ് എടുത്തിട്ട് അതിന് പുറത്തായിട്ട് 33 ദീപം കൊളുത്താൻ പറ്റാത്തവർ ഒരേ ഒരു ദീപമാണെങ്കിലും കൊളുത്തിയാൽ മതിയാവും. അത് കൊളുത്തി ഭഗവാന് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ശിരോസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, വളരെ കാലമായി എന്തെങ്കിലും രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതൊക്കെ മാറാനായിട്ട് സൂര്യ ആരാധന നമ്മളെ സഹായിക്കും. അതേപോലെ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളുടെ ഉയർച്ചയ്ക്കും സർക്കാർ ജോലി ലഭിക്കാനുമൊക്കെ സൂര്യ ആരാധന നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നമുക്ക് ലഭിക്കാനായിട്ട്, അതിപ്പം നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തിയുമായിട്ടുള്ള വിവാഹത്തിന് വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വിവാഹം നടക്കാൻ, അങ്ങനെയല്ല ചിലർക്ക് അവരുടെ ഭർത്താവിനെ തന്നെ ഇനിയും വരും ജന്മങ്ങളിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ അച്ഛനെയോ അമ്മയോ കൂടപ്പിറപ്പിനെയോ നമുക്ക് അടുത്ത ജന്മവും അവരെ തന്നെ നമുക്ക് കിട്ടണമെന്ന് ഉള്ളവർ, മക്കളെ കിട്ടണമെന്നുള്ളവർ, അവരൊക്കെ സൂര്യഭഗവാനോട് കൈകൾ കൂപ്പി എൻ്റെ വരുന്ന 7 ജന്മത്തിലും എനിക്ക് ഇണയോ അല്ലെങ്കിൽ അച്ഛനമ്മയോ സഹോദരന്മാരോ ആയിട്ട് ഇന്നയാൾ വേണമെന്നുള്ളതും പ്രാർത്ഥിക്കാവുന്നതാണ്. ഭാനുസപ്തമി ദിവസം നമ്മൾ ഈ രീതിയിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സൂര്യഭഗവാൻ സാധിച്ചു തരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ആദിത്യ ഹൃദയ സ്തോത്ര ജപം ഏറ്റവും കുറഞ്ഞത് ഒരു 3 പ്രാവശ്യമെങ്കിലും ആദിത്യ ഹൃദയ മന്ത്രം നമ്മൾ ജപിക്കണം. അത് വളരെ വളരെ ഉത്തമമാണ്. ഇത് നാളെ മാത്രമല്ല, എല്ലാ ദിവസവും നമുക്ക് ജപിക്കാവുന്നതാണ് ഈ ഒരു ആദിത്യ ഹൃദയ സ്തോത്രം എന്ന് പറയുന്നത്. സന്താപനാശകരായ നമോ നമ എന്ന് തുടങ്ങുന്നതാണ് ആദിത്യ ഹൃദയ സ്തോത്രം. അത് അവിടെ ഇരുന്ന് 3 പ്രാവശ്യം, 3-ൽ കൂടുതൽ എത്ര വേണമെങ്കിലും നമുക്ക് ജപിക്കാം. അതും ജപിച്ചതിന് ശേഷം സൂര്യഭഗവാനെ ഒന്നുകൂടി കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുക. ശേഷം നാളത്തെ ദിവസം നിങ്ങൾക്ക് ഗോതമ്പ് ദാനം ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഗോതമ്പ് ദാനം ചെയ്യുന്നത്, അങ്ങനെയല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുന്നത്, അന്നദാനമായിട്ട് ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിലെന്താണോ, കാരണം ഗോതമ്പെന്ന് പറയുന്നത് റിലേറ്റഡ് ടു സണ്ണാണ്. അപ്പോൾ ആ ദിവസം സൂര്യഭഗവാന്റെ ആ ഒരു ദിവസം നമ്മൾ പ്രത്യേകിച്ച് ഭാനു സപ്തമി ആയതുകൊണ്ട്, ഭാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം, സപ്തമി എന്ന് പറഞ്ഞാൽ തിഥികളിൽ 7ാമത്തെ തിഥി. സോ ഭാനു സപ്തമി ദിവസം നമ്മൾ ഗോതമ്പ് ദാനം, ഗോതമ്പ് പൊടിയായിട്ട് കൊടുക്കാം, ഹോൾ ഗോതമ്പായിട്ട് കൊടുക്കാം, ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് കൊണ്ട് പായസം ഉണ്ടാക്കി കൊടുക്കാം. എന്തും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ ഒരു എമൗണ്ടിനനുസരിച്ച് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം മനസ്സിൽ നമുക്ക് നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ ഐശ്വര്യം തന്ന് സൂര്യഭഗവാൻ അനുഗ്രഹിക്കുന്നതാകും. പിന്നെ വ്രതമെടുക്കണം നാളത്തെ ദിവസം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് സൂര്യ ഉദയം മുതൽ സൂര്യാസ്തമയം വരെ വ്രതമെടുക്കാവുന്നതാണ്. ആ വ്രതം എന്ന് പറയുന്നത് ഒരു നേരം നമുക്ക് അരിയാഹാരം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചിട്ട് ഉപവസിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയോ ഒക്കെ എടുക്കാവുന്നതാണ്. പട്ടിണി ഇരിക്കണമെന്നുള്ള നിർബന്ധം ഒന്നും തന്നെയില്ല. നമ്മുടെ ശരീരത്തിന് ആ ഒരു അവസ്ഥയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് വ്രതമെടുത്ത് പ്രാർത്ഥിക്കാം. വൈകിട്ട് സൂര്യാസ്തമയ സമയത്തും പടിഞ്ഞാറ് നോക്കി ആ ഒരു സൂര്യഭഗവാനെ തൊഴുതുകൊണ്ട് നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. സോ നാളത്തെ ദിവസം കഴിയുന്നതും എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. ഇതിൽ നിങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നാളത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയോടി നമ്മൾ കിഴക്കോട്ട് നോക്കി സൂര്യഭഗവാനെ നോക്കി കൈകൾ കൂപ്പി ഓം സൂര്യായ നമഃ എന്നുള്ള മന്ത്രം ഒരു 21 പ്രാവശ്യം തൊഴുത് പറഞ്ഞ് പ്രാർത്ഥിച്ച് മനസ്സിലുള്ള ആഗ്രഹം സൂര്യഭഗവാനോട് പറഞ്ഞാൽ തന്നെ നമുക്കതിന് ഫലം ലഭിക്കുന്നതാകും. ആരും മിസ് ചെയ്യരുത്. പുരുഷോത്തമ മാസത്തിലെ ഈ ഒരു ഭാനുസപ്തമി എന്ന് പറയുന്നത് വളരെ വളരെ ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. നമുക്ക് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.